എല്ലാവർക്കും നമസ്കാരം. രേണുസുതിയുടെ പുതിയ ഉദ്ഘാടനം ഞാൻ കണ്ടിരുന്നു സുഹൃത്തുക്കളെ. കണ്ട സമയത്താണ് ഞാനിങ്ങനെ ആലോചിച്ചത്, എന്നടാ പണ്ണി വച്ചിരിക്കേന്ന്. എനക്ക് தெரியாது എന്നടാ പണ്ണി വച്ചിരിക്കേന്ന്. സത്യമുള്ള കാര്യം പറയാൻ, ഞാനിങ്ങനെ കണ്ടമ്പരന്ന് കിളിയും പറന്ന് 4 സൈഡിൽ കൂടി പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. ഉദ്ഘാടനത്തിന് പോയ സമയത്ത് ഓൺലൈൻ മീഡിയക്കാരന്മാർ കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. പിന്നെ നടന്നിട്ടുള്ള ചരിത്രമാണ്. അണ്ണാക്കി പെരുവിട്ടിരിക്കുകയാണ്. അപ്പൊ രേണുസുനിയുടെ എപ്പിസോഡ് 1012 എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഞാനിപ്പോൾ പറയാറുണ്ട്, രേണുസുതിയുടെ വീഡിയോ നിങ്ങൾ ആരും സീരിയസ് ആയിട്ട് കാണരുത്. ചുമ്മാ കാണുക, ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കുക, പോവുക. നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ്, എനിക്കും ഒരു എന്റർടൈൻമെന്റ്, പിന്നെ 10 പൈസ കിട്ടും. നമ്മൾ കച്ചി പിടിച്ച് പോട്ടടെ. അപ്പൊ അതാണ് സംഭവം. മനസ്സിലായില്ല? വേറെ ഒന്നുമില്ല. ഇത് സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു മാറ്ററേ അല്ല. ഇതെല്ലാം ഒരു മാറ്ററേ അല്ല. ഇതെല്ലാം അത് മാതിരി പാക്ക്. എന്തായാലും രേണുസുതി, നീ ഇവിടെ നിന്ന് നിൽക്കൂല എന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് അറിയാവുന്ന കാര്യമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, എന്തായാലും പറന്നടക്കും. ഏറിയുന്ന താഴോട്ടൊന്നും നീ ഇറങ്ങൂല അടുത്ത കാലത്തൊന്നും. എന്തായാലും ഈ ഉദ്ഘാടനത്തിനെങ്ങാണ്ട് ഇപ്പൊ കൊല്ലത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും സുധിയേട്ടൻ്റെ അല്ലെങ്കിൽ എൻ്റെ സുനിച്ചേട്ടൻ്റെ വീട്ടിലോട്ട് നീ പോയതേ ഇല്ല, ഒന്ന് എത്തിപ്പോലും നോക്കിയില്ല. കൊച്ചു കള്ളി. അയ്യോ, അത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നോ? അതുകൊണ്ടാണ് ഞാൻ വരാന്ന് വെച്ചിട്ട് വരാന്നിട്ട് അതായപ്പോ ഞാൻ വന്നില്ല അല്ലേ. ഇപ്പൊ ശരിയായി തരാം. നിന്നെ അണ്ണാക്കി പിരിവിട്ടിരിക്കുന്ന ഞാൻ കാണിച്ചു തരണോ? നിന്നിപ്പൊ ഞാൻ അണ്ണാക്കി പിരിവിട്ടി കാണിച്ചേരിപ്പിക്കാം. ഇപ്പൊ സുധിച്ചേട്ടന്റെ വീട് ഇവിടെ അടുത്തല്ലേ? സുധിച്ചേട്ടന്റെ വീട് അടുത്തല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല, കുണ്ട്രയിലാണ്. എന്തായാലും കുണ്ട്രയുടെ കിലോമീറ്ററിലോട്ട് ഞാൻ വരാം. കുണ്ട്രയിലെ കിലോമീറ്റർ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കുണ്ട്രയുടെ കിലോമീറ്റർ കണ്ടിട്ട് പോയാൽ മതി. ആ കിലോമീറ്റർ നിങ്ങൾ കണ്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ട്. നമുക്ക് എന്തായാലും കുണ്ട്രയുടെ കിലോമീറ്റർ കാണാം. അതായത് ഇവിടെ വന്ന സ്ഥലം പൊലവത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുണ്ട്രയിലോട്ട് ഏതാണ്ട് ഒരു 13 കിലോമീറ്ററേ ഉള്ളൂ. 27 മിനിറ്റ്, ഒരു അരമണിക്കൂറിൻ്റെ അകത്തുള്ള യാത്ര. അത് അവൾക്ക് പോകാൻ പറ്റൂല. അതിനാണ് അവൾ പറഞ്ഞത്, സുധിച്ചേട്ടൻ്റെ എന്താ, സുധിച്ചേട്ടൻ്റെ അച്ചാറല്ലല്ലോ, സോറി തെറ്റിപ്പോയി. അവിടെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല എന്ന് കേൾക്കാം. അതെ, കൊല്ലം സിറ്റിയിലോട്ടാണ് കുണ്ട്ര വരുന്നത്. കുണ്ട്ര ഇപ്പൊ രേണു സെലിബ്രിറ്റി അല്ലേ, അതുകൊണ്ട് 10-20 കിലോമീറ്റർ, 10-13 കിലോമീറ്റർ, 10-27 മിനിറ്റ് യാത്ര ഉള്ള സ്ഥലത്തോട്ട് പോകാനുള്ള ഒരു ടൈം ഇല്ലാത്തത് കൊണ്ടാണ് രേണു പോവാത്ത. അതങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട. സെലിബ്രിറ്റിയാണ്, അപ്കമ്മിങ് സ്റ്റാറാണ്, മോഡലാണ്, പ്ലംബറാണ്, ഇലക്ട്രീഷ്യനാണ്, ഡോക്ടറാണ്, എയർ ഹോസ്റ്റസ് ആണ്, വേറെ എന്തൊക്കെയോ ആണ്. അത്രയും തിരക്കുണ്ട ഉള്ള വ്യക്തിയാണ്. ആ സ്ഥിതിക്ക് ഈ പറയുന്ന പോലെ എല്ലായിടത്തും ഓടിയെത്താൻ പറ്റത്തില്ല. കൊല്ലം വന്നെങ്കിലും സുധിച്ചേട്ടന്റെ വീട് വരെ പോകാനുള്ള ഇതൊന്നുമില്ല. അതിന് സുധിച്ചേട്ടൻ ആർക്ക് വേണം അല്ലേ? അങ്ങേരെന്തിന് കീഴത്തിന്? അങ്ങേരെ ഒരു ആവശ്യവും ഇല്ല. ചുമ്മാ തൂക്കിയിട്ടുണ്ട് നടക്കാനായിട്ട്. അങ്ങേരെ വെച്ച് മുതലാക്കി വിറ്റ് ജീവിച്ച് ഇനി അങ്ങേരെന്തിന്? അങ്ങേരെ വെച്ച് മാക്സിമം ഉണ്ടാക്കി. ബാക്കി പറയണോ? നീയാണടി ഭാര്യ, വിധവയായ ഭാര്യ. കൊച്ചിനെ കൊണ്ട് ഒരു ദിവസം ഇനി പോണമെന്ന്. മോനില്ലല്ലോ എന്ന് നീ കുറെ ഉണ്ടാക്കും. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഏറെ കയറിയുണ്ട് നീ ചിലപ്പോ അങ്ങോട്ട് പോകും. അല്ലാതെ നീ പോവുകയൊന്നുമില്ല, ഉള്ള കാര്യം പറയാം. അവള് കൊല്ലം വരെ വന്നിട്ട് കുണ്ട്രയിൽ പോകാൻ ഒരുപാട് ദൂരമുണ്ട്. പക്ഷെ നാളെ എനിക്ക് തൃശ്ശൂർ പോകണം. അത് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. അതായത് കൊല്ലത്തുനിന്ന് തൃശ്ശൂർ പോകാൻ ദൂരമൊന്നുമില്ല. ഇവിടെ നിൽക്കുന്നിടത്തുനിന്ന് കുണ്ട്ര വരെ പോകാൻ 13.5 കിലോമീറ്റർ ഉണ്ട്. അതിന് നമുക്ക് ദൂരം കൂടുതലാണ്. എന്തോന്നടേ, ചിന്നമ്മ ചലങ്കമ്മ, ചെന്നമ്മ പൊന്നമ്മ ചലക്കമ്മ. ബാക്കി വാടാ, പണ. അതെന്താ അറിയണു, ഇച്ചിരി ഉള്ളുവെങ്കിൽ നിനക്ക് സുരക്ഷ വേണ്ടേ? നിനക്ക് സുരക്ഷ വേണം. നീയല്ലേ പബ്ലിക് ഫിഗർ. ആര്? ആൽബം സ്റ്റാർ, ഷോർട്ട് ഫിലിം സ്റ്റാർ, അപ്കമിങ് സ്റ്റാർ, ബിഗ് ബോസ് താരം, ലേഡീസ് ഹോസ്റ്റൽ അല്ല, എയർ ഹോസ്റ്റസ്.
ഈ ചിന്നമ്മ ചിലങ്കമ്മ ചുങ്കമ്മ ചിരുമണി മുല്ലേ ചിത്തിര മുല്ലേ സുഖമല്ലേ സുന്ദരി മുല്ലേ ചെമ്പനിയാകും സുഖമാണല്ലോ. ഞാൻ ആന കേട്ടോ. എന്തായാലും രേണു, നീ ഒരു വലിയ സംഭവമാണ്. സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാൻ നിനക്ക് 13.5 കിലോമീറ്റർ പറ്റൂലല്ലേ? നിനക്ക് തൃശ്ശൂർ പോയ സ്ഥലമുണ്ടല്ലേ? നന്നായിരിക്കട്ടെ. ഇനി എന്തിനല്ലേ അങ്ങോട്ടൊക്കെ പോകുന്നത്? നമുക്ക് അവിടെ നിന്ന് പോയ ഒരു ലാഭമില്ലല്ലോ. നമുക്ക് ലാഭമുള്ള വലിപ്പാടിക്കല്ലേ നമ്മൾ പോണം. അഴകമ്മ എനിക്ക് കൊണ്ടാ വയറ്, ഞാനും കാണിച്ചു തരാം. അല്ലെങ്കിൽ വേണ്ട, എൻ്റെ വയറ് കുട വേറായിപ്പോ. വേണ്ട വേണ്ട, എണീക്കാൻ വയ്യ. അല്ലെങ്കിൽ ഞാനും കാണിച്ചു തന്നെ വയറ് എൻ്റെ ഉണ്ട്. മതി 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 മതി, കൂടുതലൊന്നും വേണ്ട, ഇത്രയും തന്നെ തകഞ്ഞ്. അമ്മമ്പളകമ്മ. ഇനിയാണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുള്ളത്. ഒന്ന് സംസാരിച്ച് സുധിച്ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള ദൂരം കൂടുതലാണ്. പക്ഷെ തൃശ്ശൂർ ഞാൻ പോകും കൊല്ലത്തിൽ നിന്ന്, അതാണ് ദൂരം കുറവ്. പിടിച്ചു പറിക്കാനും ചോദിച്ചു വാങ്ങാനും അങ്ങോട്ട് പോയി കയറിക്കൊടു. ഇപ്പം തരും. പിടിച്ചു പറിക്കാൻ പോയാതെ ഇടിച്ച് മൂക്കിനെ പരത്തി വിടും. എന്തിനാണ് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ട്? അതെ, നിനക്ക് കിട്ടാനുള്ളത് നിനക്ക് കിട്ടും. അത് അണ്ണാക്കിലായാലും കിട്ടേണ്ടത് കിട്ടിയിട്ടേ നീ പോകത്തുള്ളൂ. അതുള്ള കാര്യം സത്യമാണ്. നീ പറ. ആരുടെ അമ്പലത്തിൽ ഇതിലേക്ക് വിളിച്ചത്? ഒന്നും പറയണില്ല ഞാൻ. ഓ, ഈ പൈസ എല്ലാം എവിടെ കൊണ്ട് വെക്കും രേണു? ഹർത്താലായോണ്ട് പ്രൊമോഷൻ മാറ്റി വെച്ചു. ഹർത്താലിൽ അന്ന് വരെ പ്രൊമോഷൻ ആയിരുന്നു. അതാണ് രേണു. ഫയറടാ, ഫയർ, ഫ്ലവർ അല്ല. എന്തായാലും നല്ല കാര്യം കേട്ടോ, നടക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. എന്നാലും സുധിച്ചേട്ടൻ്റെ വീട് വരെ ഒന്നും പോവാമായിരുന്നു. അതെങ്ങനെ? ഇനി എന്തിനങ്ങേരെ ഒരാവശ്യവും ഇല്ല. ഇനിയാണ് മറ്റേ വിവാദം. ഏത്? സീറ്റ് ബെൽറ്റ് വിവാദം. സീറ്റ് ബെൽറ്റ് വലിച്ചിട്ട് മാല കാണിച്ച് കളിച്ചില്ലേ? മാല അതിനെ പറ്റിയിട്ട് എക്സ്പ്ലനേഷൻ ഇട്ട് കൊടുക്കുകയാണ്. ഉളുപ്പില്ലാതെ വന്നിരുന്ന് പറയുന്നത് കേൾക്കുമ്പോഴാണ്. എടി, നിനക്കൊരു കൊച്ചു വളർന്നു വരുന്നില്ലേ? നിന്റെ സ്വന്തം കൊച്ച്. ആ കൊച്ചിന് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കരുത് കേട്ടോ. ഉള്ള കാര്യം പറയാം. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. നിങ്ങളെപ്പോലുള്ളവർ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്നവർ കാണിക്കുന്ന പേക്കൂത്തുകൾ കാരണം നാളെ കുട്ടികളാണ് ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ നാറിയ പരിപാടി ചെയ്താലും നാണം കെട്ട പരിപാടി ചെയ്താലും ആ നാണക്കേടിനെ മാറ്റിക്കളയാൻ വേണ്ടിയിട്ട് പണം സഹായിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഉളുപ്പില്ലാണ്ടാകരുത്. എടാ, നീ റീല് ചെയ്യുന്നതും മറ്റേ കോപ്പിലെ ആൽബം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തുകൊണ്ട് പോകും. പക്ഷേ കുറച്ചൊക്കെ ഒരു ക്വാളിറ്റി കാണിക്കും. ഒന്നുമില്ലെങ്കിൽ ആ കൊച്ചു വളർന്നു വരുന്നതെങ്കിലും ഒന്ന് ഓർക്കുക. തങ്കച്ചേട്ടാ സുഖമല്ലേ? മോള് സീറ്റ് ബെൽറ്റ് ഇടുന്നതും മാല കാണിക്കുന്നതൊന്നും തങ്കച്ചേട്ടൻ്റെ വിഷയമില്ലല്ലേ? നമുക്ക് ആ റീല് കാണാം. റീലല്ല, അതിനെക്കുറിച്ച് പറയാൻ കേൾക്കാം. ചെയ്യണം. നില്ല് ഞാൻ ചോദിക്കട്ടെ. അതായത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയക്കാരൻ ചോദിക്കുമ്പോൾ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം, എൻ്റെ ഇൻസ്റ്റാഗ്രാം. നിന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണെങ്കിൽ നിനക്ക് കാണിക്കണം. നിന്റെ വീട്ടിൻ്റെ അകത്ത് കക്കൂസിൻ്റെ അകത്ത് എറിയുന്ന കാണിച്ചുകൊണ്ടിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കാണുക കേട്ടോ. ഇത് നാട്ടുകാർ കാണുന്ന പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അപരാധമല്ല കാണിക്കേണ്ടത്. അതും കൂടി എനിക്ക് പറയണം. നീ ഇത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നേരത്തെ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ സർക്കാസ്റ്റിക്കായിട്ട് ഞാനതങ്ങ് പറഞ്ഞിട്ട് മാല എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു മാല ഇട്ടിട്ടുണ്ടായിരുന്നു കഴുത്തിൽ. ആ മാല വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ച് പോയത്. സർക്കാസ്റ്റിക്കായിട്ടങ്ങ് പോയതാണ്. പക്ഷേ നീ വന്നിരുന്നത് ന്യായീകരിക്കുന്നില്ലേ? അതാണ് അത് തൊട്ടിത്തനം. നീ തന്നെ ആ വീഡിയോയുടെ താഴെ ആരോ ഒന്ന് കമന്റ് ചെയ്തപ്പോൾ ഇനി ശ്രദ്ധിച്ചാവാന്ന് പറഞ്ഞ നീയാണ് ഇപ്പോൾ വന്നിട്ട് ഇവിടെ ഉൾട്ടയടിച്ച് സംസാരിക്കുന്നത്. അതായത് ആ വീഡിയോയിൽ നീ പറയുന്നുണ്ടായിരുന്നു ഇനി ശ്രദ്ധിച്ചോളാം, ഇങ്ങനെ വരാണ്ട് അല്ലെങ്കിൽ ചെയ്യാണ്ട് എന്ന് പറഞ്ഞ നീയാണ് ഇപ്പുറത്ത് വന്നിരുന്ന് ഇപ്പോൾ ഉൾട്ടയടിക്കുന്നത്. എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം, എൻ്റെ ഇൻസ്റ്റാഗ്രാം, എൻ്റെ ഫേസ്ബുക്ക്, എൻ്റെ യൂട്യൂബ് എന്ന് പറഞ്ഞിരുന്ന് വിളിക്കുന്നത്. ഉളുപ്പുണ്ടാണെങ്കിൽ സാധനം തന്നെ ഇത്. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തന്തയില്ലായ്മ കാണിക്കാനും അപരാധം കാണിക്കാനുമുള്ള ഒരു ലൈസൻസ് അല്ല ഈ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം. അതാദ്യം മനസ്സിലാക്കണം. വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വെച്ചിട്ട് എന്ത് തോന്നിവാസവും പോക്കൃത്തനവും ഇവിടെ കാണിച്ച് കൂട്ടാമെന്ന് ചിന്തിക്കരുത് കേട്ടാ. അയ്യോ, നിനക്ക് ഉളുപ്പുണ്ടോ? കേരളത്തിൽ ഇത് ചർച്ചാ വിഷയമാകേണ്ട കാര്യമുണ്ടോന്ന്? ഓക്കെ, നിന്നെ എല്ലാവരും കുറ്റം പറഞ്ഞു. അതെന്താണെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? നീ നിക്കർ വിധവയായത് കൊണ്ടല്ല നിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തിയതും പുറന്തള്ളിയതും. അതാദ്യം മനസ്സിലാക്ക്.
ഈ സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ചതിന്റെ ഒരൊറ്റ സഹതാപത്തിന്റെ പേരിലാണ് നിന്നെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തത്, ഞാൻ അടങ്ങുന്നവരെ ഒരു സമയത്ത്. എന്നാൽ നിന്റെ ക്യാരക്ടർ എന്താണെന്ന് നീ എന്താണെന്ന് നാട്ടുകാർ അറിഞ്ഞതിന് ശേഷം നിന്നെ ഒരു മനുഷ്യൻ സപ്പോർട്ട് ചെയ്യാതായി. നിന്നെ പോലെ കുറെ വെളവും വിവരവും ഇല്ലാത്ത കുറെ എണ്ണം നിന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്കറല്ലല്ലോ അത് വിട്. അപ്പൊ നീ കാണിച്ചത് നീ ന്യായീകരിച്ച് ഉരുളുകയാണ് ഇപ്പൊ നീ ചെയ്യുന്നത്. നീ കാണിക്കുന്നതോ കാണിക്കാത്ത നമ്മളെ ആരുടെയും പ്രശ്നമല്ല. പക്ഷെ അത് കാണിച്ചിട്ട് നീ വന്നിരുന്ന് ഈ സംസാരിച്ച് ഈ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് അതിനെ വളച്ചൊടിച്ച് വെക്കുമ്പോൾ അതൊരു അപരാധത്തിനെ വ്യക്തി സ്വാതന്ത്ര്യത്തിലോട്ട് മാറ്റി കൺവേർട്ട് ചെയ്തിട്ട് എന്ത് തോന്നിവാസം കാണിച്ചിട്ട് അതെന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് പറയാനുള്ള ഒരു അജണ്ടയായിട്ട് നീ അടിച്ചു വെക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കോപ്രായങ്ങളും തോന്നിവാസങ്ങളും കാണിച്ചിട്ട് എല്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ മേളിൽ കൊണ്ടിടല്ലേടെ ഉള്ള കാര്യം പറയാം. നെല്ല് നിനക്ക് രണ്ടിനും ഞാൻ ഉത്തരം തരാം. അവർക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യുന്നു. നീ കണ്ടന്റിന് വേണ്ടിയിട്ടും ഇത് വിവാദമാകാൻ വേണ്ടിയിട്ടും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പല തോന്നിവാസങ്ങളും നീ കാണിച്ചു കൂട്ടുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് അരി വാങ്ങണമെന്ന് അരി വാങ്ങും. നീ ഇവിടെ അപരാധങ്ങൾ കാണിച്ചു കൂട്ടിയ അരി വാങ്ങും. അതെടുത്ത് വെച്ച് നമ്മൾ കണ്ടന്റ് ചെയ്യും, നമ്മുടെ അഭിപ്രായം പറയും. ഈ നിന്നെ പോലെയുള്ള അപരാധികൾ ഓരോന്ന് കാണിക്കുന്ന തോന്നിവാസങ്ങളെ സമൂഹത്തിന്റെ മുന്നിൽ ചൂണ്ടിക്കാണിച്ച് കാണിക്കുന്ന കാട്ടപരാധങ്ങളെ വലിച്ചുകീറി ഒട്ടിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് നേടുന്ന രണ്ട് കാര്യമാണ്. ഒന്ന്, നിന്നേക്കാ പോലെയുള്ളതിനെ എക്സ്പോസ് ചെയ്യും. രണ്ട്, നമുക്ക് ഏണിങ്സ് കിട്ടും. പിന്നെ ഇത് കാണുന്ന ജനങ്ങൾക്ക് അവർക്ക് സമയം പോകും. എന്റർടൈൻമെന്റ് ആയിട്ടിരുന്ന് കാണുന്നത് എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കും. അല്ലാത്തവർ അത് കണ്ട് അവർ കാര്യം മനസ്സിലാക്കും. മനസ്സിലായ അത്രേ ഉള്ളൂ. അല്ലാണ്ടൊരു തേങ്ങയും ഇല്ല. നിന്നെ പോലെയുള്ളതിനൊക്കെ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യാനും ഇനി പോകുന്നില്ല. കാരണം സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതിനുള്ള ഒരു ക്വാളിറ്റിയോ നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് രേണു ഈ ചെയ്തത് നല്ലതാണ് എന്ന് പറയാനുള്ള ഒരു ക്വാളിറ്റിയുള്ള കാര്യം നീയൊക്കെ കാണിക്കുന്നില്ല ജീവിതത്തിൽ. ആ ഒരു കുട്ടി വളർന്നു വരുന്ന ഒരു ബോധമെങ്കിലും നിനക്കുണ്ടെങ്കിൽ നീ ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കില്ല. നാളെ ആ കുട്ടി സ്കൂളിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചോദ്യങ്ങൾ ഇതിനൊക്കെ നിനക്ക് ഉത്തരവുണ്ടോ? നിനക്ക് കോപ്പിരിക്കുന്നു തീർന്നു കോപ്പ്. അത് വീണ്ടും തീർന്നില്ല, വീണ്ടും റിപ്പീറ്റാ. എന്നെ കൊണ്ട് വീണ്ടും ആ വീഡിയോ പ്ലേ ചെയ്യിപ്പിച്ചിട്ട് മാല കാണിപ്പിക്കരുത്. സീറ്റ് ബെൽറ്റ് ഞാനും കുറെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുള്ളതാണ്. നമ്മളെ വീട്ടിലുള്ളവരും സീറ്റ് ബെൽറ്റുകളൊക്കെ ഇടുന്നത് തന്നെയാണ്. അവർക്ക് ആർക്കും ഇതുപോലെ വരുന്നില്ല കേട്ടാ. അതുകൊണ്ട് കൂടുതൽ ഗുണയടിക്കരുത് കേട്ടാ രേണു. നീ കൂടുതൽ ഗുണയടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അപ്പുറം കയറി ഗുണയടിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് നീ കൊണ്ട് എത്തിക്കും. ദയവ് ചെയ്തിട്ട് ഇമാതിരി കോപ്രായങ്ങൾ കാണിച്ചിട്ട് ന്യായീകരിക്കരുത്. കുറെ തീട്ടം ആൽബത്തിലും കുറെ തീട്ടം മറ്റേ ഷോർട്ട് ഫിലിമിലും കിടന്ന് അഭിനയിച്ച് കഴിഞ്ഞാൽ സെലിബ്രിറ്റി ആവും. എന്തോന്നിടെ ഇതൊക്കെ എന്തെങ്കിലും ക്വാളിറ്റി വേണ്ടേ ചൂണ്ടി കാണിക്കാനായിട്ട്? ഒരു ക്വാളിറ്റിയേ ഇല്ല. എന്നിട്ട് സെലിബ്രിറ്റി പോലെ സെലിബ്രിറ്റി. നല്ല സിംപ്ലിസിറ്റിയാണ് മെയിൻ. എന്നെ മഹിയെന്ന് പറഞ്ഞും കൊണ്ട് വേറൊരാളത്ത് ഇവള് അഭിസംബോധന ചെയ്തതാണ്. മഹിയെ നിങ്ങൾക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന്. മോളാണ് ഈ മോള് എന്നിട്ടാണ് കൊണയടിക്കുന്ന വന്നിരുന്നത്. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ ജനാസുന. ക്ഷീണമാണ് എല്ലാവരും ഇന്നിപ്പം ബ്യൂട്ടി പാർലർ ചേച്ചിയൊക്കെ പറയാറ് നീ ഹെൽത്ത് നോക്കണം. ഞാൻ ആഹാരം പൊതുവെ കഴിക്കുന്ന പോലെ ഹെൽത്ത് ഉള്ളപ്പോഴേ നമുക്ക് ഓടാൻ പറ്റുള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് എപ്പോഴും പറയും. ഞാൻ ഹെൽത്ത് നോക്കുന്നില്ല. എനിക്ക് ഉറക്കമെന്നത് കണ്ടിന്യൂസ് ആയിട്ട് വർക്കാണ്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതെ, നിന്ന് തിരിയാൻ സമയമില്ല. അമ്മാതിരി വർക്കാണ്. എന്താണ് ഇത്ര വലിയ വർക്ക്? ബാഹുബലി 3യുടെ ഷൂട്ടിംഗ് തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഇതിലാണ് തമന്ന ഇല്ല, പകരം രേണുസുതി എന്നും പറയുന്നുണ്ട്. അതാണ് നിന്ന് തിരിയാൻ സമയമില്ല പോലും. നിന്ന് തിരിയേ അയ്യോ ആരുടെ ഇത്? മറ്റേ UK കട്ട് ചെയ്ത് അവിടെ അമ്മമാർക്ക് മനസ്സിലായി ഇതിനെ വിളിച്ചോണ്ട് UK നാറുവന്ന്. നമ്മുടെ നാടിന് മൊത്തത്തിൽ നാണക്കേടാവുന്നു. അതോടെ അമ്മര് നിർത്തി. ഇനി വേണ്ടെന്ന്. അല്ലാണ്ട് എന്തു പറയാ.
ഇതിൻ്റെ ഇടയിൽ എന്തിനാ ശ്രുതിയേട്ടനെ എടുത്ത് അടിച്ചു വെച്ച താഴെ? കൊള്ളാം, നല്ല പരിപാടി. ആ എന്നാകടാ അമ്മച്ചിയുടെ മാവുങ്കല് എല്ലാം ശ്രുതിച്ചേട്ടൻ്റെ അനുഗ്രഹം പോലെയാണ്. വീണ്ടും അങ്ങേരെ വെച്ച് വിറ്റോണ്ടിരിക്കണം. നാണമില്ല നിനക്ക് വീണ്ടും വീണ്ടും എടുത്ത് വിൽക്കാൻ? അയ്യേ, ആ ആ നിന്റെ ഭർത്താവിൻ്റെ പേരല്ല വേറെ എല്ലാവരുടെയും പേരൊന്നും പറയാൻ പറ്റുമെന്ന്. ഇതിനേക്കാളും നല്ല നീ വേറെ വല്ലവരുടെയും പേര് പറയുന്നതായിരുന്നു. ഇൻഷുറൻസ് കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരു ശല്യം തീർന്നു കിട്ടുമായിരുന്നു. പിന്നെ സുനിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് വരില്ല. ഓ നിന്റെ കൊണച്ച റിപ്ലൈ ആക്കാനല്ലേ ഞങ്ങളിനി ഇവിടെ ഇരിക്കുന്നത്. ബാക്കി പറ. ഓ അച്ചോടാ, ഓ വേണുവിന്റെ തട്ട് താന്നി തന്നെ ഇരിക്കും. സുധിച്ചേട്ടന്റെ തട്ടാണ് പൊങ്ങിയിരിക്കുന്നത്. എന്തോന്നടേ, എന്തൊക്കെയായാലും ഞാൻ സുനിയേട്ടന്റെ താഴെ തട്ടിലാണ് ഇരിക്കുന്നതെന്ന്. സുനിയേട്ടനാണ് മുകളില്. സുനിയേട്ടൻ അങ്ങനെ ഇങ്ങനത്തെ നന്നായി കള്ളുപിടിച്ച് കത്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു രീതിയിലാകാൻ പറ്റൂലെന്ന് പറഞ്ഞ ഭാര്യ. കൊള്ളാം. ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറഞ്ഞു പോയല്ലോ എന്നായിപ്പം. രേണു, ഈ ഒരു സംഭവം തന്നെടേ ഒന്ന് അത് കാലിൽ മുള്ളടിച്ച് കയറിയിരുന്നു. പ്രാവിയതാണല്ലേ നീ? കുഴപ്പമില്ല, പറ. ഇതൊക്കെ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? രേണു പറഞ്ഞതുപോലെ നിന്റെ സീറ്റ് ബെൽറ്റ് അവരാതെ നാട്ടുകാർ മൊത്തം കണ്ടതാണ്. ഇനി കിടന്ന് മെഴുകരുത്. ചിന്നമ്മ, ചെലങ്കമ്മ, ചിങ്കമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സത്യം അമ്മച്ചിയാണ് നീ കിടന്ന് ചിലക്കാൻ നിൽക്കരുത്. ഞാൻ ഉള്ള കാര്യം പറയാം. നീ കാണിച്ചു കൂട്ടിയതെല്ലാം ജനങ്ങൾ കണ്ടത് തന്നെയാണ്. ഇനി അതിൻ്റെ കൂടുതൽ കിടന്ന് മെഴുകി തൂറി നാറ്റിച്ച് പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടാ. രമ വേണുല്ലല്ലോ, രേണു സുധി. അതാണ് ഞാൻ പറയാൻ വന്ന കാര്യം. പിന്നെ ഇപ്പോഴും സ്ഥിതിയേട്ട എന്ന് പറഞ്ഞ് വെച്ച് അങ്ങേരെ വിറ്റോണ്ടിരിക്കുകയാണ്. അതിൽ ഒരു മാറ്റവും ഇല്ല. ഇന്നല്ലെങ്കിൽ നാളെ നന്നാവുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ നന്നാവുന്ന ഒരു ചരിത്രവും ഞാനും കാണുന്നില്ല. എന്താ രേണു നന്നാവാത്തേ? ഇടയ്ക്കൊന്ന് നന്നാവുന്നത് നല്ലതായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ ഫണ്ണായിട്ട് എടുത്താൽ മതി. ഇത് റിലവൻ്റ് ടോപ്പിക്കേ അല്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ അവളുടെ ആ ഒരു കൊണാളെ സംസാരിക്കുന്നു, എക്സ്പോസ് ചെയ്യുന്നു, ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. എന്തായാലും ഒരു എൻ്റർടൈൻമെൻറ്റ്. ബാക്കിയുള്ള റിലവൻ്റ് ടോപ്പിക്കുകൾ ചെയ്യുന്നതിനിടയിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ്. പിന്നെ അല്ലാണ്ട് ഇവളുടെ കേസിൽ തന്നെ ജെനുവിനായിട്ട് സംസാരിക്കേണ്ട എന്തെങ്കിലും വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് സംസാരിക്കും. ഇതൊക്കെ വെറും തീട്ട കേസുകളാണ്. ഞാനൊരു കാര്യം ഓപ്പണായിട്ട് പറയാം. ഇവളീ കാണിച്ചു കൂട്ടുന്നതെല്ലാം നാളെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഇവളുടെ മകൻ തന്നെയാണ്. അത് ഇപ്പോൾ ഇവളിങ്ങനെ കാട്ടിക്കൂട്ടിക്കൊണ്ട് നടക്കും. പിന്നെ സ്വന്തം മക്കളെടുത്ത് ഒരു കൺസേൺ ഇല്ല, സ്വന്തം മക്കളാണ് എന്നുള്ളൊരു ബോധമില്ലാത്തവർക്ക് എന്ത് തോന്നിയ ദിവസം കാണിച്ച് നടക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ എൻ്റെ മോനാണ്, അവന് സമൂഹത്തിൽ നാളെ പുറത്തിറങ്ങി നടക്കണം, അവനൊരു നിലയും വില ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ആരും ഇമാതിരി അപരാധം കാണിച്ചുകൊണ്ട് നടക്കത്തില്ല. അതാണ് അതിൻ്റെ ഒരു സത്യം. ഞാനിതെന്തെങ്കിലും പറയുമ്പോൾ നമ്മളെ പിടിച്ചിട്ട് പൂരത്തെറിവിളി വിളിക്കാൻ കുറേ അപരാധി മക്കൾ. ഒന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.